നമസ്കാരം. പ്രധാന വാർത്തകൾ. മണ്ണാർക്കാട് പുഴപ്പുറമ്പോക്ക് മണ്ണിട്ട് നികത്തിയ സംഭവം പരിശോധിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി തഹസീൽദാർ. മലബാർ ന്യൂസ് ഇംപാക്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NDA ഇത്തവണ കേരളത്തിൽ 2 സീറ്റുകൾ വിജയം നേടുമെന്നും അതിലൊന്ന് പാലക്കാടാകുമെന്നും C. കൃഷ്ണകുമാർ. തോൽവിയെ ഭയന്നാണ് UDF സ്ഥാനാർത്ഥി SDPIയുടെ വോട്ട് സ്വീകരിക്കുന്നതെന്നും C. കൃഷ്ണകുമാർ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ പര്യടനം നടത്തി പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി A. വിജയരാഘവൻ. BJPയെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് A. വിജയരാഘവൻ. അലനല്ലൂരിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രം. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കൂട്ടിയിടുന്നത് ബസ് സ്റ്റാൻഡിൽ. അലക്ഷ്യമായ മാലിന്യ നിക്ഷേപം സമീപവാസികൾക്ക് ഭീഷണി ഉയർത്തുന്നതായും പരാതി. ആവേശം ചൊരിഞ്ഞ് ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് പൂരം. കുതിരകളിയും ദേശവേല എഴുന്നള്ളിപ്പും പൂരത്തിന് നിറച്ചാർത്തായി. വാർത്തകൾ വിശദമായി. മണ്ണാർക്കാട് നെല്ലിപ്പുഴയോരത്ത് മണ്ണിട്ട് നികത്തിയ സംഭവം പരിശോധിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി മണ്ണാർക്കാട് തഹസീൽദാർ അറിയിച്ചു. നെല്ലിപ്പുഴ പാലത്തിനു മേൽഭാഗത്ത് 20 അടി ഉയരത്തിലാണ് പുഴപ്പുറമ്പോക്ക് ഉൾപ്പെടെ നികത്തിയിരിക്കുന്നത്. ഇക്കാര്യം മലബാർ സിറ്റി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. റവന്യൂ, പോലീസ് അധികൃതരുടെ മൂക്കിനു താഴെയാണ് അതിഭീകരമായ രീതിയിൽ മണ്ണിട്ട് നികത്തിയിരിക്കുന്നത്. മണ്ണാർക്കാട് KSRTC ഡിപ്പോയുടെ പിൻഭാഗം മുതൽ നെല്ലിപ്പുഴ പാലം വരെയാണ് നികത്തിയിരിക്കുന്നത്. പുഴപ്പുറമ്പോക്കളെന്ന് മതിൽ കെട്ടിത്തിരിച്ച സ്ഥലം പോലും മണ്ണിട്ട് നികത്തി. രാത്രി 12 മണി മുതൽ പുലർച്ചെ വരെ മണ്ണുമാന്തികളും ടിപ്പറുകളും ഉപയോഗിച്ച് നടത്തിയ നികത്തൽ പോലീസ് പോലും കണ്ടില്ലെന്നത് മണ്ണ് മാഫിയയുടെ സ്വാധീനത്തിനു തെളിവാണ്. ഓരോ തണ്ണീർത്തടവും നികത്താനുള്ള ഒത്താശ അധികൃതർ തന്നെയാണ് ഒരുക്കുന്നത്. 3 വിള കൃഷി ചെയ്തിരുന്ന പാടങ്ങളെല്ലാം നികത്തി കഴിഞ്ഞു. പ്രത്യേകിച്ച് ദേശീയപാതയോട് ചേർന്നുള്ള സ്ഥലങ്ങൾ. വിയ്യകുർശി, കുന്തിപ്പുഴ പെട്രോൾ പമ്പിന് പിൻവശം, കുമരംപുത്തൂർ, ചുങ്കം, കല്യാണക്കാപ്പിന് സമീപം തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം അധികൃതരുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് നികത്തുന്നത്. താലൂക്ക് വികസന സമിതിയിൽ പാടം നികത്തുന്നതിനെതിരെ നിരന്തരം പരാതി ഉയരുമ്പോഴും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇതിനെതിരെ വികസന സമിതി അംഗങ്ങൾ എല്ലാ യോഗങ്ങളിലും പ്രതിഷേധിക്കാറുണ്ട്. റവന്യൂ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥരെങ്കിലും ഭൂമാഫിയയെ കൈയച്ച് സഹായിക്കുന്നുണ്ടെന്നതിനു തെളിവാണ് നിലയ്ക്കാതെയുള്ള പാടനികത്തൽ. പാടങ്ങളും കടന്ന് പുഴയിലേക്ക് നികത്തൽ എത്തി നിൽക്കുമ്പോഴും അധികൃതർ ചെറുവിരൽ പോലും അനക്കുന്നില്ലെന്നതാണ് ഭീതിജനകമായ അവസ്ഥ. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക നൽകി. വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്രയ്ക്ക് മുൻപാകെയാണ് പത്രിക നൽകിയത്. കോട്ടമൈതാനം 5 വിളക്കിന് മുന്നിൽ നിന്നും പ്രവർത്തകരുടെ അകമ്പടിയിൽ പ്രകടനമായാണ് പാലക്കാട് മണ്ഡലം NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക നൽകാൻ കളക്ടറേറ്റിൽ എത്തിയത്. BJP ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, BDJS നേതാവ് രഘു, നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. 4 സെറ്റ് പത്രികകളാണ് C. കൃഷ്ണകുമാർ നൽകിയത്. C. Krishnakumar, having been nominated as a candidate to fill the seat in the Council of States, do swear in the name of God that I will bear good faith and allegiance to the Constitution of India as by law established, and I will uphold the sovereignty and integrity of India. NDA ഇത്തവണ കേരളത്തിൽ 2 സീറ്റുകളിൽ വിജയം നേടുമെന്നും അതിലൊന്ന് പാലക്കാടാകുമെന്നും C. കൃഷ്ണകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. SDPIയുടെ പിന്തുണ സ്വീകരിച്ച UDF സ്ഥാനാർത്ഥിയുടെ നിലപാട് ജനങ്ങൾ തിരിച്ചറിയുമെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. കേരളത്തിൽ ഇത്തവണ NDA പ്രധാനമന്ത്രി പറഞ്ഞ പോലെ 2 അക്കത്തിൽ കൂടുതൽ സീറ്റുകൾ ജയിക്കും. തീർച്ചയായിട്ടും അതിലൊന്ന് പാലക്കാടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. UDFന് SDPI പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക. പാലക്കാട്ടത്തെ UDF സ്ഥാനാർത്ഥി SDPIയുടെ പിന്തുണയെ പരോക്ഷമായിട്ട് സ്വീകരിച്ചിരിക്കുക. ശ്രീനിവാസൻ്റെയും സഞ്ജിത്തിൻ്റെയും എല്ലാം കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള PFIയുടെ മറ്റൊരു രൂപമായിട്ടുള്ള SDPIയുടെ പിന്തുണ സ്വീകരിക്കാൻ UDFൻ്റെ സ്ഥാനാർത്ഥി തയ്യാറായിരിക്കുക. ശ്രീനിവാസൻ്റെയും സഞ്ജിത്തിൻ്റെയും കുടുംബങ്ങൾ, ആ കുടുംബങ്ങളോടുള്ള വലിയ വഞ്ചനയാണ് UDFൻ്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നത്. രാജ്യദ്രോഹ ശക്തികൾ, ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പിന്തുണ പോലും സ്വീകരിക്കാൻ UDFൻ്റെ സ്ഥാനാർത്ഥി തയ്യാറാവുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം പാലക്കാടത്തെ വോട്ടർമാർ തിരിച്ചറിയും.
ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം SDPIക്ക് എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക. UDFിൻ്റെ സ്ഥാനാർത്ഥിയുടെ ഈ നിലപാടിനെ മുസ്ലിം സമുദായം തന്നെ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോക്സഭ പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A. വിജയരാഘവൻ മണ്ണാർക്കാട് മണ്ഡലത്തിൽ പര്യടനം നടത്തി. LDFന് കൂടുതൽ സീറ്റ് ലഭിക്കുമ്പോഴാണ് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന് A. വിജയരാഘവൻ പറഞ്ഞു. വ്യാഴാഴ്ച രാവിലെ 7:30 കൈതച്ചിറയിൽ നിന്നാണ് പര്യടനം തുടങ്ങിയത്. തുടർന്ന് ചെറുംകുളം, മെഴുകുംപാറ, വടക്കുമണ്ണം, പാറപ്പുറം, ചങ്ങലേരി, കുളപ്പാടം, ചുങ്കം, വെള്ളപ്പാടം, കണ്ടമംഗലം, ഭീമനാട്, തിരുവിഴാംകുന്ന്, മുണ്ടക്കുന്ന്, ചിരട്ടക്കുളം, ആഴുങ്ങൽ എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തിയാക്കി. വിവിധ സ്ഥലങ്ങളിൽ ഒരുക്കിയ ചെറിയ യോഗങ്ങളിലേക്കാണ് സ്ഥാനാർത്ഥി എത്തിയത്. പിണറായിയേക്കാൾ കേമനാണ് മോദിയെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. BJPയെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്നും A. വിജയരാഘവൻ വടക്കുമണ്ണത്തെ സ്വീകരണ വേദിയിൽ പറഞ്ഞു. നരേന്ദ്രമോദി പിണറായിയേക്കാൾ നല്ലവൻ എന്ന സതീശന്റെ രീതി നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു കോൺഗ്രസുകാരനെ ഇത്തവണ കേരളത്തിന് ലഭിക്കാൻ പാടില്ല. വലിയ ഭൂരിപക്ഷത്തിന് കേരളത്തിൽ ഇടതുപക്ഷം മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയിലും ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ വർദ്ധിക്കും. ഇടതുപക്ഷത്തിന്റെ സീറ്റുകൾ വർദ്ധിക്കുമ്പോഴാണ് BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റിയെത്താൻ കഴിയുക. 25 കൊല്ലം നേരത്തെ നമ്മൾ BJPയെ ആ നിലയിൽ മാറ്റിയെത്തിക്കും. കോൺഗ്രസ് 5 കൊല്ലം കഴിഞ്ഞു, BJPക്ക് കൊടുത്തു, 10 കൊല്ലമായി. ഇപ്പോഴും ഈ കോൺഗ്രസിന് കൃത്യമായ പദവികൾ ഉണ്ടാക്കാൻ കഴിയില്ല. എല്ലാ പ്രതിപക്ഷ മതേതര പാർട്ടികൾ ഒരുമിച്ചിട്ട് പദവിയുണ്ടാക്കി രാജ്യത്ത് മാറ്റമുണ്ടാക്കാൻ ഇടതുപക്ഷത്തിന്റെ പാർലമെന്റിലെ സാന്നിധ്യത്തിന്റെ അളവ് വർദ്ധിക്കണം. LDF മണ്ഡലം ചെയർമാൻ AK അബ്ദുൽ അസീസ്, കൺവീനർ PK ശശി, CPM ഏരിയ സെക്രട്ടറി UT രാമകൃഷ്ണൻ, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, TR സെബാസ്റ്റ്യൻ, മുഹമ്മദ് ഇബ്രാഹിം, K മൻസൂർ, CP പുഷ്പാനന്ദ്, സദക്കത്തുള്ള പടലത്ത്, M ഉണ്ണീൻ, ഹസൻ മുഹമ്മദ് തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കൂട്ടിയിടുന്നത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ. സമീപത്തെ വീടുകൾക്ക് മാലിന്യം പൊതുശല്യമായി. മാത്രമല്ല, നിലവിലെ ചൂടിൽ മാലിന്യം കത്തുമോ എന്ന ഭയവും വീട്ടുകാർക്കുണ്ട്. സമ്പൂർണ്ണ പ്ലാസ്റ്റിക് സംസ്കരണത്തിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണിവ. കാര സ്വദേശിയുടെ സ്ഥലത്തായിരുന്നു കുറച്ചുകാലമായി മാലിന്യങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം നിലവിൽ അവിടെ പ്രവർത്തനം നടക്കുന്നില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തുടർന്നാണ് മാലിന്യം പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇത് സമീപത്തെ വീട്ടുകാർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്റ്റാൻഡിലെത്തുന്ന ആരുടെയെങ്കിലും ചെറിയൊരു അശ്രദ്ധ മൂലം നിലവിലെ ചൂട് അനുസരിച്ച് തീ പടരാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കൂടാതെ രാത്രിയിൽ സാമൂഹ്യവിരുദ്ധരുടെ സ്ഥിരം കേന്ദ്രവുമാണ് ബസ് സ്റ്റാൻഡ്. വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി മാലിന്യം ശേഖരിക്കാൻ മറ്റൊരിടം കണ്ടെത്തണമെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം P. മുസ്തഫ ആവശ്യപ്പെട്ടു. ഈ കൊടുംവേനൽ ചൂടിങ്ങനെ കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ ആളുകൾക്ക് വല്ലാത്തൊരു ആശങ്കയുണ്ട്. അത് വല്ല തീപ്പൊരി വീണാൽ അത് വല്ലാത്തൊരു അപകടത്തിലേക്ക് എത്തുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് കാരയിലെ ഈ MCF ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എഗ്രിമെൻറ്റ് പുതുക്കി കൊടുക്കുന്നില്ല എന്നുള്ളൊരു പ്രയാസമാണ്. പുതുക്കാൻ അതിൻ്റെ ഓണർ സമ്മതിക്കുന്നില്ല എന്നുള്ള പ്രയാസം കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളതെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണെന്നാലും പഞ്ചായത്തിൽ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് വിവരം കിട്ടിയിട്ടുള്ളത്. കൂടുതൽ സമയം മാലിന്യം ഇവിടെ കെട്ടിക്കിടക്കില്ലെന്ന വാദമുണ്ടെങ്കിലും ലക്ഷങ്ങൾ ചെലവിൽ മാലിന്യം തള്ളാനാണോ ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചതെന്ന ചോദ്യമാണ് പൊതുജനങ്ങൾ ഉന്നയിക്കുന്നത്. കരിമ്പുഴ ആറ്റാശ്ശേരി 16-ാം വാർഡ് മേൽമുറി കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. പ്രതിഷേധവുമായി നാട്ടുകാർ. കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി എത്രയും പെട്ടെന്ന് സ്വീകരിച്ചില്ലെങ്കിൽ നാട്ടുകാർക്കൊപ്പം ചേർന്ന് സമരപരിപാടികൾ ആസൂത്രണം ചെയ്യുമെന്ന് BJP നേതാക്കൾ. മേൽമുറി കോളനിയിലെ 13ഓളം കുടുംബങ്ങളാണ് വേനൽ കനത്തതോടെ കുടിവെള്ളക്ഷാമം നേരിടുന്നത്. കോളനിയുടെ 300 മീറ്റർ വരെ ജൽജീവൻ പദ്ധതി വഴി വെള്ളം വന്നിട്ടുണ്ട്. ശേഷം GI പൈപ്പ് ഇടണമെന്നാണ് പഞ്ചായത്ത് പറയുന്നത്. എന്നാൽ അതിനുള്ള നടപടികളൊന്നും സ്വീകരിച്ചിട്ടുമില്ല. വെള്ളമില്ലാത്തതിനാൽ ബന്ധുവീടുകളിൽ പോയി താമസിക്കേണ്ട സ്ഥിതിയാണെന്ന് വീട്ടുകാർ പറയുന്നു. 16-ാം വാർഡിലെ 10 കുടുംബാംഗങ്ങളാണിത്.
ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളം എത്തിയിട്ടില്ല. ഓരോ വീട്ടിൽ കിണറുണ്ടെങ്കിൽ പോലും അതിൽ വേനൽക്കാലം വന്ന വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വീട്ടിൽ നിന്നാണ് 4-5 വീട്ടുകാർ വെള്ളം മുക്കി കഴിയുന്നത്. വെള്ളമില്ലാത്ത കാരണം കുട്ടികളെയും കൂടി അടുത്ത കുടുംബക്കാരിറക്കി പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട്. പഞ്ചായത്ത് മെമ്പറോട് ആവശ്യപ്പെട്ടതാണ് പൈപ്പിൻ്റെ കാര്യം. അവർക്കിപ്പോൾ ഫണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നിർത്തി വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ്. ജൽജീവൻ മിഷൻ പദ്ധതി പ്രകാരം കുടിവെള്ളം എത്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ കോളനിയിലുള്ളൂ. എന്നാൽ ഇതിനുള്ള നടപടികളൊന്നും ഭരണസമിതി കൈക്കൊള്ളുന്നില്ലെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. പഞ്ചായത്ത് പരിധിയിലെ പല സ്ഥലങ്ങളിലും വണ്ടികളിൽ വെള്ളം എത്തിക്കാറുണ്ട്. എന്നാൽ ഇവിടേക്ക് മാത്രം അതുമില്ല. എത്രയും പെട്ടെന്ന് ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി BJP രംഗത്തിറങ്ങുമെന്നും BJP ഏരിയ പ്രസിഡന്റ് K. പ്രേംകുമാർ, വൈസ് പ്രസിഡന്റ് P. പത്മകുമാർ എന്നിവർ പറഞ്ഞു. ഇവിടെ നിലവിൽ 13ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന സാധാരണക്കാരായ കൂലിപ്പണിക്കാരാണ്. ഇവർക്ക് ഇവിടെ നിത്യവൃത്തിക്ക് പോലും വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ കരിമ്പുഴ പഞ്ചായത്തിൻ്റെ ജൽജീവ മിഷൻ പദ്ധതിയിൽ പൈപ്പ് കണക്ഷൻ ഇവിടെ അമ്പലം കഴിഞ്ഞൊരു 300 മീറ്റർ അപ്പുറം വരെ വന്നിട്ടുണ്ട്. അതിനിപ്പുറത്തേക്ക് കോൺക്രീറ്റ് റോഡാണ്. അതിന് GI കണക്ഷൻ വേണമെന്നുള്ളത് ഞങ്ങൾ കരാറുകാരനോടും പഞ്ചായത്ത് ഭരണസമിതിയോടൊക്കെ സംസാരിച്ചതാണ്. അപ്പോൾ നിലവിൽ കരാറുകാരൻ പറഞ്ഞത് ഇപ്പോൾ ചെയ്യാൻ നിർവാഹമില്ല എന്നുള്ള രൂപത്തിലാണ് കാര്യങ്ങൾ സംസാരിച്ചത്. പഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിൽ ഇപ്പോൾ ഒരു മാസം മുന്നേ 2 മോട്ടർ ഉണ്ടായിരുന്നതിൽ ഒരു മോട്ടർ കേട് വന്നിട്ട് അത് ഇന്ന് നേരാക്കാം നാളെ നേരാക്കാം എന്ന് പറഞ്ഞ് നടക്കല്ലാണ്ട് അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ വണ്ടിയിൽ വെള്ളം അടിക്കുന്നുണ്ട് എല്ലാ ഭാഗത്തു കൂടി. ഇവിടേക്ക് അതും എത്തുന്നില്ല എന്നുള്ളതാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് ശാശ്വതമായൊരു കുറ്റമറ്റ രീതിയിലുള്ളൊരു പരിഹാരം പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. അല്ലാത്ത പക്ഷം ശക്തമായ സമര പരമ്പരകളുമായിട്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ തീരുമാനം. എന്നാൽ മേൽമുറി കോളനിയിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്ന് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ. വാഹനത്തിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. കോളനിയിലേക്ക് ജൽജീവൻ പദ്ധതിയിൽ GI പൈപ്പ് വഴിയാണ് കുടിവെള്ളം എത്തിക്കേണ്ടത്. ഇതിൻ്റെ ലഭ്യതക്കുറവ് കാരണമാണ് ആ പ്രദേശത്തേക്ക് കുടിവെള്ളം എത്താത്തത്. ഇപ്പോൾ ഗ്യാപ് ഫിൽ വർക്കുകൾ മാത്രമാണ് നടക്കുന്നത്. റിവേഴ്സ് എസ്റ്റിമേറ്റിൽ തുക വകയിരുത്തി പൈപ്പ് വരുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ പഞ്ചായത്തിൽ 3 വലിയ വാഹനങ്ങളിലാണ് കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. ഈ കോളനിയിലേക്ക് വലിയ വാഹനം കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. എത്രയും വേഗം തന്നെ ചെറിയ വാഹനങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. അവിടേക്ക് പൈപ്പ് ലൈൻ ഇതുവരെ സ്ഥാപിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് GI പൈപ്പിൻ്റെ ലഭ്യത കുറവാണ്. ജൽജീവൻ മിഷൻ മെഷർമെൻ്റ് എടുത്ത ടൈമിൽ എടുത്ത GI പൈപ്പ് എല്ലാ ഭാഗത്തേക്കും കൊടുക്കാൻ എത്തിയിട്ടില്ല. ഇപ്പോൾ ഉള്ള അവർ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഗ്യാപ്പ് വർക്ക് ഫിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ്. പുതിയ GI പൈപ്പിട്ട് പുതിയ കണക്ഷൻ കൊടുക്കണമെങ്കിൽ റിവേഴ്സ് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുള്ള എമൗണ്ട് കൂടി ശരിയായതിനു ശേഷമേ അത് കൊടുക്കാൻ കഴിയുള്ളൂ. പിന്നെ പഞ്ചായത്ത് ഇടപെട്ട് നടത്തുന്ന 3 വാഹനം ഉപയോഗിച്ചുകൊണ്ട് കുടിവെള്ളം വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നത് തുടങ്ങിയിട്ടുണ്ട്. അതിൽ വലിയ വാഹനം പോകാത്ത സ്ഥലമാണ് പറഞ്ഞ ഈ മേൽമുറി കോളനി എന്ന് പറയുന്നത്. അവിടേക്ക് ചെറിയ വാഹനം മാത്രമേ പോകുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം വലിയ വാഹനമാണ്. ചെറിയ വാഹനം നാളെ മുതൽ ഓടുന്നുണ്ട്. അതിന് GPS ഘടിപ്പിച്ച് കിട്ടാനുള്ള ഒരു കാലതാമസം മാത്രമേ ഉള്ളൂ. നാളെ ആ GPS ഘടിപ്പിച്ച ചെറിയ വണ്ടി ഓടുന്ന മുറയ്ക്ക് ഈ പ്രസ്തുത കോളനിയിലേക്കും കുടിവെള്ളം പഞ്ചായത്ത് നേരിട്ട് എത്തിക്കുന്നതും. ഇടവേള. വാർത്തകൾ തുടരുന്നു. ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി യുവതിക്ക് പണം നഷ്ടപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി മേലാറ്റൂർ പോലീസ്. കഴിഞ്ഞ ദിവസമാണ് മേലാറ്റൂർ ചോലക്കുളം സ്വദേശിനിക്ക് ഫേസ്ബുക്ക് പേജിൽ വന്ന പരസ്യത്തിന്റെ ലിങ്കിലൂടെ വസ്ത്രം ഓർഡർ ചെയ്തതിനെ തുടർന്ന് 32,246 രൂപ നഷ്ടപ്പെട്ടത്. ചോലക്കുളം സ്വദേശിനിക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി പണം നഷ്ടപ്പെട്ട സംഭവത്തിലാണ് മേലാറ്റൂർ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് യുവതി ഫേസ്ബുക്ക് പേജിൽ വന്ന പരസ്യത്തിൻ്റെ ലിങ്കിലൂടെ 1900 രൂപ അടച്ച് വസ്ത്രം ഓർഡർ ചെയ്തത്. എന്നാൽ ഇത് കിട്ടാത്തതിനെ തുടർന്ന് 4 ദിവസത്തിനു ശേഷം കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചെങ്കിലും ഓർഡർ ചെയ്ത സാധനം അയച്ചു തരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചു. അടച്ച 1900 രൂപ തിരികെ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവതിക്ക് അയച്ചു നൽകിയ ലിങ്കിൽ കയറി ഓൺലൈൻ കമ്പനി പറഞ്ഞതുപ്രകാരം പേര്, വിലാസം, OTP എന്നിവ അയച്ചു കൊടുത്തോടെ
ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പല തവണകളായി 32,246 രൂപ നഷ്ടപ്പെടുകയായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നു. യുവതി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം. വർണ്ണം ചൊരിഞ്ഞ് ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. കുതിരകളുടെ അകമ്പടിയോടെ നടന്ന ദേശവേല എഴുന്നള്ളിപ്പും കമ്പം കത്തിക്കലും പൂരത്തിന് പൊലിമയേകി. തൊണ്ണൂറ്റിയാറ് ദേശങ്ങളുടെ പെരുമയിൽ ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു. രാവിലെ പൂതൻ, തിറ, കുമ്മാട്ടികൾ ദേവീസന്നിധിയിൽ എത്തിയതിനു ശേഷം ചോറ്റാനിക്കര വിജയനും ചെറുപ്പശ്ശേരി ശിവനും നയിച്ച പഞ്ചവാദ്യം അരങ്ങേറി. ഉച്ചയ്ക്ക് ദേവിയുടെ തോഴി എന്നറിയപ്പെടുന്ന മുണ്ടായ കുതിരയെ പടിഞ്ഞാറേ നടയിലൂടെ ക്ഷേത്രത്തിലേക്ക് വരവേറ്റു. അതിനുശേഷം വിവിധ ദേശക്കുതിരകളുടെയും ദേശവേലകളുടെയും എഴുന്നള്ളിപ്പ്, ചെറുകാട്ടുപുലം, കൂനത്തറ തെക്കുമുറി, വടക്കുമുറി ദേശക്കുതിരകളുടെ എഴുന്നള്ളിപ്പ് എന്നിവ നടന്നു. 6:15 ത്രാങ്ങാലിവേലയെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. രാത്രി 7:15 ഇണക്കാളക്കൂടെ വരവും 8 കമ്പം കത്തിക്കലും ഡിജിറ്റൽ വെടിക്കെട്ടും അരങ്ങേറി. പൂരത്തിന് മുന്നോടിയായി നടന്ന കുതിരക്കളിയും ആവേശം വിതറി.
പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസ കുടിശ്ശിക നൽകാത്ത സർക്കാർ നടപടി പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ നടത്തി. ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ പി മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. യു കുഞ്ഞായമ്മു, വി ഉണ്ണികൃഷ്ണൻ, പി വി ശശിധരൻ, സി മാധവിക്കുട്ടി, കെ ബാലകൃഷ്ണൻ, എ ജ്ഞാനാംബിക തുടങ്ങിയവർ സംസാരിച്ചു. വിലവർധനവനുസരിച്ച് ക്ഷാമാശ്വാസ കുടിശ്ശികയായി കാലാകാലങ്ങളിൽ എല്ലാ ജനുവരിയിലും ജൂലൈയിലും ക്ഷാമാശ്വാസ വർധനവ് ഒരു വർഷത്തിൽ 2 തവണ തരുന്ന രീതിയിലാണ് ഒരുപാട് കാലങ്ങളായി കേരളം ഭരിച്ചിരുന്ന എല്ലാ സർക്കാരും ചെയ്തു പോന്നിരുന്നത്. ഖത്തർ KMCC ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റമദാൻ റിലീഫ് കിറ്റുകൾ വിതരണം ചെയ്തു. ഇഹ്സാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ഭവന നിർമ്മാണ സഹായം, ചികിത്സാ സഹായം, വിവാഹ ധനസഹായം, വിദ്യാഭ്യാസ സഹായം തുടങ്ങി ജീവകാരുണ്യ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ നടത്തുന്ന ഖത്തർ KMCC ഷൊർണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റമദാൻ റിലീഫ് കിറ്റുകൾ വിതരണം നടത്തിയത്. വ്യാഴാഴ്ച രാവിലെ ചെറുപ്പശ്ശേരി മുസ്ലിം ലീഗ് ഓഫീസിൽ ഇഹ്സാൻ എന്ന പേരിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ അൽഹംദുലില്ലാ മിക്ക സ്ഥലങ്ങളിലൊക്കെ നമ്മുടെ KMCCയുടെ ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി, പാലക്കാട് ജില്ലാ കമ്മിറ്റി നിലവിൽ വന്നു. അവർ രംഗത്ത് വളരെ വ്യാപൃതരായി അവർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവർ നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ഉറപ്പ് കബൂലാക്കട്ടെ. അതിൻ്റെ ഫലമായി അറിയിക്കുന്ന പ്രതിഫലം അവർക്കും ബന്ധപ്പെട്ടവർക്കും ഒക്കെ അള്ളാഹു തആല നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ 104 ലക്ഷം രൂപയുടെ പരിപാടി ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനിയും അയക്കാനുണ്ട് എന്നാണ് അറിഞ്ഞത്. ഏതായാലും ഇത് വളരെ കഷ്ടപ്പെട്ടവരുണ്ടാക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞല്ലോ, ഖുർആനി പറഞ്ഞല്ലോ, പിരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എന്ന്. ആ ബിരുവൊക്കെ എന്ന് പറഞ്ഞാൽ പകലിലെ അവരുടെ നോമ്പും അതുപോലെ തന്നെ രാത്രിയിലെ നിസ്കാരങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരൊക്കെ കടന്നുറങ്ങുമ്പോൾ ഉറക്കം ഒഴിച്ചുകൊണ്ടാണ് സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ഇവർ ഈ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി പ്രവർത്തക സംഗമം സംഘടിപ്പിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KK അസീസ് അധ്യക്ഷത വഹിച്ചു. KMCC കോർഡിനേറ്റർ ഇക്ബാൽ ദുറാനി, നിയോജക മണ്ഡലം പ്രസിഡന്റ് അബ്ദുറഹ്മാൻ ചളവറ, അമീർ തലക്കശ്ശേരി, നാസർ ഫൈസി, NK ബഷീർ, ഹനീഫ ബക്കർ, സുലൈമാൻ ഹാജി, അസൈനാർ മാരായമംഗലം, ഹംസ കീഴൂർ റോഡ്, അലി PP, രായൻ കീഴ്ശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. ദയ ചാരിറ്റബിൾ ട്രസ്റ്റ് അലനല്ലൂരിൽ അർഹരായ 80 കുടുംബങ്ങൾക്ക് റമദാൻ കിറ്റ് വിതരണം ചെയ്തു. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി M പുരുഷോത്തമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കിടപ്പു രോഗികൾ, ക്യാൻസർ രോഗികൾ, ഭിന്നശേഷിക്കാർ, അവയവമാറ്റം നടത്തിയവർ എന്നിവർക്കാണ് റമദാൻ ഭക്ഷ്യദാന കിറ്റുകൾ നൽകിയത്. അലനല്ലൂർ കൂടാതെ എടത്തനാട്ടുകര, കോട്ടോപ്പാടം, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലുള്ളവർക്കും കിറ്റുകൾ നൽകി. അലനല്ലൂർ NK ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി M പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ഈ സാഹചര്യത്തിലൊക്കെ ഇപ്പോൾ പലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരു ആളെ സഹായിക്കുക, അതല്ലെങ്കിൽ കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുക എന്നൊക്കെ പറയുന്നത് വാസ്തവത്തിൽ അതൊക്കെ പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. 1 കോടി രൂപയുടെ ഒരു പ്രവർത്തനം നടത്തുക. പക്ഷെ അതിൻ്റെ രീതി, അതാണ് എനിക്ക് വല്ലാത്ത ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത്. ട്രസ്റ്റ് ചെയർമാൻ EB രമേശ് അധ്യക്ഷനായി. കൺവീനർ ഫിറോസ് കീടത്ത്, പട്ടല്ലൂർ ദാമോദരൻ നമ്പൂതിരി മാഷ്, ഫാദർ ജെയിംസ് കാവലത്ത്, P യൂസഫ്, ട്രസ്റ്റ് ട്രഷറർ ശങ്കർ G കോങ്ങാട്, മോഹൻദാസ്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം V അബ്ദുൾ സലീം, ഗ്രാമപഞ്ചായത്ത് അംഗം K ഹംസ, K സുദർശനകുമാർ, റഷീദ് ആലായൻ, K വേണുഗോപാലൻ, ശശിപാൽ, നാസർ കളത്തിൽ, രാജലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നോമ്പുതുറ സൽക്കാരവും ഒരുക്കിയിരുന്നു. ഒരിടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പരിശുദ്ധ റംസാനിൽ നോമ്പ് തുറയ്ക്കുള്ള ഈന്തപ്പഴത്തിനും വെള്ളത്തിനുമൊപ്പം സ്ഥാനം പിടിച്ച പ്രധാന വിഭവങ്ങളിൽ ഒന്നായി മാറുകയാണ് എണ്ണക്കടികൾ. നോമ്പുതുറ സമയത്ത് തീന്മേശയിലെ വിഭവങ്ങളിൽ എണ്ണക്കടികളില്ലെങ്കിൽ അതൊരു പോരായ്മയായി മാറിക്കഴിഞ്ഞു. ഒറ്റപ്പാലം ബ്യൂറോയുടെ ഒരു റിപ്പോർട്ട്. രുചിയുടെ മഹിമ ചാർത്തുന്ന തലശ്ശേരി വിഭവങ്ങളും നാടൻ വിഭവങ്ങളുമായി റംസാൻ സ്പെഷ്യൽ സ്ഥാപനങ്ങളും
നോമ്പ് തുറക്കി രുചി കൂട്ടാൻ ഇത്തവണയും സജീവമാണ്. തലശ്ശേരി വിഭവങ്ങളായ ചട്ടിപ്പത്തിരി, കിളിക്കൂട്, ഉന്നക്കായി, ഇറച്ചിപ്പത്തിരി, ചിക്കൻ കൽമാസ്, ഇറച്ചിപ്പോള തുടങ്ങി നാവിൽ വെള്ളമൂറുന്ന വിഭവങ്ങളുടെ നീണ്ട നിരയാണ് നോമ്പ് തുറക്കി തീന്മേശയിലെത്തുന്നത്. നാടൻ വിഭവങ്ങളായ ചിക്കൻ സമൂസ, ബീഫ് സമൂസ, പരിപ്പുവട, കായബജി, മുട്ടബജി, മുളക് ബജി, കലത്തപ്പം, പഴംപൊരി തുടങ്ങിയ വിഭവങ്ങൾ വേറെയുമുണ്ട്. ഇതുകൂടാതെ ചിക്കൻ, ബീഫ് കട്ട്ലേറ്റുകൾ, എഗ് പഫ്സ്, ചിക്കൻ പഫ്സ്, ചിക്കൻ റോൾ, കാടമുട്ട പഫ്സ് എന്നിവയടക്കം എണ്ണക്കടികളുടെ എണ്ണിയാലൊടുങ്ങാത്തത്ര വിഭവങ്ങളാണ് നോമ്പ് തുറക്കി മുന്നിലെത്തുന്നത്. ഇറച്ചി, ഗോതമ്പ്, മൈദ, സവാള, മല്ലിയില തുടങ്ങി വിവിധ ഇനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന ഇറച്ചിപ്പത്തിരി, മൈദയും കോഴിമുട്ടയും പിന്നെ ഫിൽ ചെയ്യുവാനുള്ള ചിക്കൻ, മീൻ അല്ലെങ്കിൽ ബീഫ് തുടങ്ങിയ ചേരുവകൾ ചേർന്ന ചട്ടിപ്പത്തിരി, മൈദയും ചിക്കനും ചിക്കൻ മസാലയും ചേർത്ത ചിക്കൻ കൽമാസ് എന്നിവയൊക്കെ നാവിൽ രുചിയൂറുന്ന വിഭവങ്ങളാണ്. റംസാൻ മാസമായതോടെയാണ് സ്പെഷ്യൽ എണ്ണക്കടികൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിരന്നു തുടങ്ങിയത്. റോഡരികിൽ പ്രത്യേക സ്റ്റാളുകളിട്ടും നിലവിലെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പ്രത്യേക കൗണ്ടറുകൾ വഴിയും എണ്ണക്കടികൾ വിൽക്കുന്നു. നോമ്പ് തുറക്കി മാത്രമല്ല എല്ലാ വിഭാഗം ആളുകളും എണ്ണക്കടികൾ വാങ്ങാനെത്തുന്നുണ്ടെന്ന് 15 വർഷമായി റംസാനിൽ എണ്ണക്കടികൾ കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾ പറയുന്നു. അടിപൊളിയായിട്ടുണ്ട് എണ്ണക്കടികൾ. നമ്മളെ കുഞ്ഞുകുഞ്ഞിൻ്റെ വകയുള്ള എണ്ണക്കടി സംഭവങ്ങളാണ്. അത് താല്പര്യമുണ്ട്. അങ്ങനെ പല പല ഇതുണ്ട്. പിന്നെ സമൂസകളും കട്ട്ലേറ്റ്, ചട്ടിപ്പത്തിരി, അങ്ങനെ പല വക എണ്ണക്കടികളുണ്ട്. എല്ലാം നല്ല പൂക്കളുണ്ട്. നല്ല വിധത്തിൽ നല്ല മൂവിയുണ്ട്. കുഴപ്പമില്ലാണ്ട് നല്ല കച്ചവടം. ഒരു ദിവസം തന്നെ 2000-ലേറെ എണ്ണക്കടികൾ വിൽക്കുന്നുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത്. 4 മണി മുതൽ 6:30 വരെയാണ് കച്ചവട സമയം. ഇതുകൂടാതെ വീടുകളിലും എണ്ണപ്പലഹാരങ്ങൾ ഉണ്ടാക്കുന്നവരുണ്ട്. പള്ളികളിലും നോമ്പുതുറ വിഭവങ്ങൾക്കൊപ്പം എണ്ണക്കടികളും നൽകി വരുന്നുണ്ട്. കത്തിയാളുന്ന വേനലിൽ കിണറുകളിലെ ജലനിരപ്പ് താഴുന്നു. കിണറുകളിലെ ആഴം കൂട്ടൽ തകൃതിയായി നടക്കുന്നു. പ്രതിദിനം 100 കണക്കിന് റിങ്ങുകളാണ് കിണറുകളിൽ ഇറക്കുന്നത്. റിങ് കച്ചവടക്കാർക്ക് ഇത് സുവർണകാലം. കുംഭത്തിൽ പ്രതീക്ഷിച്ച മഴ മീനം പകുതി കഴിഞ്ഞിട്ടും പെയ്തില്ല. ഇതോടെ കിണറുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. ശുദ്ധജലത്തിനായി മണ്ണാർക്കാട് മേഖല ആശ്രയിക്കുന്ന കുന്തിപ്പുഴയും നെല്ലിപ്പുഴയും വരണ്ടതോടെ കിണറുകളിലെ വെള്ളവും താഴ്ന്നു. വേനൽ മുന്നിൽ കണ്ട് കുഴൽക്കിണർ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. അനിയന്ത്രിതമായി കുളങ്ങളും തോടുകളും പാടങ്ങളും നികത്തിയതും ഭൂഗർഭ ജലനിരപ്പിനെ താഴ്ത്തി. അടുത്ത 2 ആഴ്ചക്കുള്ളിൽ മഴ പെയ്തില്ലെങ്കിൽ ശുദ്ധജലത്തിന് കടുത്ത ക്ഷാമം നേരിടും. കിണറുകൾ വറ്റിത്തുടങ്ങിയതോടെ കിണറുകളിൽ റിങ് ഇറക്കി നൽകുന്നവർക്ക് വലിയ തിരക്കായി. ഓരോ നിർമ്മാണ യൂണിറ്റുകളിൽ നിന്നും പ്രതിദിനം കുറഞ്ഞത് 25 റിങ്ങുകളെങ്കിലും കൊണ്ടുപോകുന്നുണ്ട്. റിങ് വാർക്കുന്നത് തികയാത്ത സ്ഥിതിയുണ്ടെന്നാണ് പണിക്കാർ പറയുന്നത്. 30 വർഷത്തിനു ശേഷം ഇത്രയേറെ ജലനിരപ്പ് താഴുന്നത് ആദ്യമായാണെന്ന് കോളപ്പാകത്ത് റിങ് നിർമ്മിക്കുന്ന അബൂബക്കർ പറഞ്ഞു. വരൾച്ച കൂടുതൽ, മഴയില്ല, അതായത് റിങ് വാർത്തിട്ടും തികയുന്നില്ല. ആവശ്യക്കാർ കൂടുതൽ, ഇതിലെ വെള്ളം ഫുള്ള് വാർന്നു താഴ്ന്നോട്ട് പോവുകയാണ്. നമ്മൾ എത്ര 30 വർഷമായി ഇവിടെ തുടത്തിയിട്ട് ഇതേമാതിരിയുള്ള വരൾച്ച ഇവിടെ ആദ്യമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുംഭത്തിൽ സാധാരണ മഴ കിട്ടിയിരുന്നതാണ്, അത് ഈ പ്രാവശ്യമല്ല. അപ്പം മീനത്തിലും മഴയല്ല, അതാണ് ഇത്ര വരൾച്ച കൂടാനുള്ള കാരണം. മണ്ണാർക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ റിങ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. കിണർ തൊഴിലാളികളും റിങ് നിർമ്മാണ തൊഴിലാളികളും വേലിൽ ഉരുകിയൊലിക്കുകയാണ്. കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ രാവിലെ 6 മണിക്ക് ജോലിക്കിറങ്ങി 12 മണിക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇനി വാണിജ്യ വാർത്തകൾ. റമദാൻ വിഷു വിപണിയെ വരവേൽക്കാൻ ട്രെൻഡിംഗ് ട്രഡീഷണൽ വസ്ത്രങ്ങളുമായി ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്റർ ഒരുങ്ങിക്കഴിഞ്ഞു. പ്രേമലു ഡിസൈൻ മുതൽ നിരവധി കളക്ഷൻസാണ് ആഘോഷങ്ങളെ വരവേൽക്കാൻ കനിഹ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസും ഇത്തവണ കനിഹ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. പുണ്യ റമദാനെയും വിഷുവിനെയും വരവേൽക്കാൻ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് വസ്ത്രങ്ങളുമായി ഉപഭോക്താക്കളെ വരവേൽക്കാൻ ഒറ്റപ്പാലം കനിഹ വെഡ്ഡിംഗ് സെന്ററും ഒരുങ്ങിക്കഴിഞ്ഞു. പുതിയ മോഡലുകളിലും ട്രെൻഡിങ്ങുമായ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ
ഏറ്റവും വിലക്കുറവിലാണ് ഈ ആഘോഷങ്ങളും കളറാക്കാൻ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രാമലു ഡിസൈനിൽ ലേഡീസ് വസ്ത്രങ്ങളുടെ വലിയ ശേഖരം തന്നെയാണ് കനിഹയിൽ ഉള്ളത്. കൂടാതെ മികവാർന്ന ഡിസൈനുകളുള്ള ട്രഡീഷണൽ വസ്ത്രങ്ങളും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ബാഗി, കാർഗോസ് പാൻറ്റുകളുടെയും കൊറിയൻ സ്ലീവ്, 5 സ്ലീവ്, 7 സ്ലീവ് ഷർട്ടുകളുടെയും ലേറ്റസ്റ്റ് കളക്ഷനുകളാണ് കനിഹയിലുള്ളത്. കൂടാതെ 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സമ്മാന കൂപ്പണും ലഭിക്കും. വിജയിയെ കാത്തിരിക്കുന്നത് 1 ലക്ഷം രൂപയും മറ്റ് 5 പേർക്ക് 10,000 രൂപ വീതവുമാണ് സമ്മാനം. ഒറ്റപ്പാലത്തിന്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് പർച്ചേസ് ചെയ്യുന്നതിനായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും കനിഹ വെഡിംഗ് സെന്റർ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരെയും കനിഹയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി കനിഹയുടെ മാനേജർ KK പറഞ്ഞു. ഇപ്രാവശ്യത്തെ പെരുന്നാളും വിഷുവും വർണ്ണാഭമാക്കാൻ കനിഹ വെഡിംഗ് സെന്റർ പുതിയ ട്രെൻഡുകളായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ടീനേജിന് വേണ്ടിയും അല്ലാതെയുമായിട്ടുള്ള ഒരുപാട് ഐറ്റങ്ങൾ നിങ്ങളുടെ ബഡ്ജറ്റിന് അനുസരിച്ച രീതിയിൽ പർച്ചേസ് ചെയ്യാനുള്ള എല്ലാ ഐറ്റവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യം ഒരു സമ്മാന പദ്ധതി വേണ്ടി വെച്ചിട്ടുണ്ട്. 500 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഒരു സമ്മാന കൂപ്പൺ. അതിൽ വിജയമാകുന്ന ഒരാൾക്ക് ബമ്പർ സമ്മാനമായിട്ടുള്ള 1 ലക്ഷം രൂപയും 5 പേർക്ക് 10,000 വെച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ട്രെൻഡി ഐറ്റം വന്നിട്ടുണ്ട്. പ്രേമലോ അങ്ങനെയുള്ള പുതിയ ടീനേജിനെ പറ്റിയിട്ടുള്ള അവസരങ്ങൾ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നമുക്ക് ഈ വിഷു വർണ്ണാഭമാക്കിയും പെരുന്നാൾ അടിപൊളിയാക്കി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് കനിഹ വെഡിംഗ് സെൻ്റർ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കനിഹ വെഡിംഗ് സെൻ്ററിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണാർക്കാട് പുഴ പുറമ്പോക്ക് മണ്ണിട്ട് നികത്തിയ സംഭവം പരിശോധിച്ച് സ്റ്റോപ്പ് മെമ്മോ നൽകാൻ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയതായി തഹസീൽദാർ. മലബാർ ന്യൂസ് ഇംപാക്ട്. പാലക്കാട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. NDA ഇത്തവണ കേരളത്തിൽ 2 അക്ക സീറ്റുകൾ വിജയം നേടുമെന്നും അതിലൊന്ന് പാലക്കാടാകുമെന്നും C കൃഷ്ണകുമാർ. തോൽവിയെ ഭയന്നാണ് UDF സ്ഥാനാർത്ഥി SDPIയുടെ വോട്ട് സ്വീകരിക്കുന്നതെന്നും C കൃഷ്ണകുമാർ. മണ്ണാർക്കാട് മണ്ഡലത്തിൽ പര്യടനം നടത്തി പാലക്കാട്ടെ ഇടതു സ്ഥാനാർത്ഥി A വിജയരാഘവൻ. BJPയെ സഹായിക്കുന്ന നിലപാടാണ് കേരളത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നതെന്ന് A വിജയരാഘവൻ. അലനല്ലൂരിലെ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് മാലിന്യ നിക്ഷേപ കേന്ദ്രം. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം കൂട്ടിയിടുന്നത് ബസ് സ്റ്റാൻഡിൽ. അലക്ഷ്യമായ മാലിന്യ നിക്ഷേപം സമീപവാസികൾക്ക് ഭീഷണി ഉയർത്തുന്നതായും പരാതി. ആവേശം ചൊരിഞ്ഞ് ഷൊർണൂർ കവളപ്പാറ ആര്യങ്കാവ് പൂരം. കുതിരകളിയും ദേശവേല എഴുന്നള്ളിപ്പും പൂരത്തിന് നിറച്ചാർത്തായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.